ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വുഡ് ഹാവ് ഹാഡ് ടു. ഇത് എങ്ങനെയാണ് എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹാഡ് ടു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാഡ് ടു ഗോ എന്ന് പറഞ്ഞാൽ പോകേണ്ടി വന്നു. ഹാഡ് ടു കം എന്ന് പറഞ്ഞാൽ വരേണ്ടി വന്നു. അപ്പോൾ ഹാഡ് ടു കഴിഞ്ഞിട്ട് ഒരു വേർബ് ഉപയോഗിച്ചാൽ അത് നമ്മൾ ചെയ്യേണ്ടി വന്നു എന്നാണ് അർത്ഥം. നമ്മൾ ചെയ്യാനത് നിർബന്ധിതരായിത്തീരുന്നു എന്നാണ്. പക്ഷേ വുഡ് ഹാവിൻ്റെ കൂടെ ഹാഡ് ടു ചേർത്താൽ വുഡ് ഹാവ് ഹാഡ് ടു ഇത് എവിടെ ഉപയോഗിക്കും, എന്താണ് അതിൻ്റെ മീനിങ് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം. ജോണിന് ഒരു കാറുണ്ട്. പക്ഷേ ജോണിന് പെട്ടെന്ന് പൈസയ്ക്ക് ആവശ്യം വന്നു. അവന് വേറെ വഴിയൊന്നുമില്ല, ആ ഒരു കാറ് മാത്രമേ ഉള്ളൂ. പക്ഷേ അപ്പോൾ അവൻ ചിന്തിക്കുകയാണ്, പൈസ കിട്ടിയില്ലെങ്കിൽ കാറ് വിൽക്കാം. കാറ് വിൽക്കുന്നത് അവന് ഒട്ടും ഇഷ്ടമല്ല. എങ്കിലും കാറ് വിൽക്കാതെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് കാറ് വിൽക്കാം എന്നൊക്കെ അവൻ തീരുമാനിച്ചു. പക്ഷേ അവൻ്റെ ഫ്രണ്ട് അലക്സ് അവനെ ഹെൽപ്പ് ചെയ്തു, പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ആവശ്യമായ പൈസ അവന് കിട്ടി, കാറ് വിൽക്കേണ്ടി വന്നില്ല. അപ്പോൾ അവൻ ആലോചിക്കുകയാണ്, അലക്സ് എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ കാറ് വിൽക്കേണ്ടി വരുമായിരുന്നു എന്ന്. ഇത് ഒരു യാഥാർത്ഥ്യമല്ല, അത് ഇമാജിൻ ചെയ്യുന്നതാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് കാറ് വിൽക്കേണ്ടി വരുമായിരുന്നു എന്ന്. ഇത്തരം സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമ്മൾ വുഡ് ഹാവ് ഹാഡ് ടു ഉപയോഗിക്കുന്നത്. അതുപോലെ വേറൊരു സിറ്റുവേഷൻ, കഴിഞ്ഞ മാസം ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ ഡാൻസ് പ്രോഗ്രാമിൽ ഞാനും ഒരു ഡാൻസ് ചെയ്യണമായിരുന്നു. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷേ ചെയ്യണമായിരുന്നു. പക്ഷേ ഒരു കാര്യം സംഭവിച്ചു. ഭാഗ്യത്തിന് ഈ ഡാൻസ് പ്രോഗ്രാം ക്യാൻസലായിപ്പോയി. അപ്പോൾ എന്താ, എനിക്ക് ഡാൻസ് ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, അന്ന് ആ ഡാൻസ് പ്രോഗ്രാം ക്യാൻസൽ ആയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഡാൻസ് ചെയ്യേണ്ടി വരുമായിരുന്നു എന്ന്. ഇവിടെയും നമുക്ക് വുഡ് ഹാവ് ഹാഡ് ടു ഉപയോഗിക്കാം. അപ്പോൾ ആ സിറ്റുവേഷൻസ് വളരെ കൃത്യമായി മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിനി എക്സാമ്പിൾസിലേക്ക് പോകാം. പിന്നെ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത് എന്നൊക്കെ നോക്കാം. അവൻ എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ കാർ വിൽക്കേണ്ടി വരുമായിരുന്നു. അവൻ എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ, ഇഫ് ഹി hadn't helped me, had not helped me, I would have had to sell my car. ഇവിടെ നമ്മൾ ഇഫ് ക്ലോസ് ആണ് ഉപയോഗിച്ചത്. എന്താണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് നോക്കൂ. ഇഫ് ആദ്യം ഉപയോഗിക്കുക, അത് കഴിഞ്ഞ് ഉപയോഗിച്ചത് ഇഫ് ഹി. അവിടെ സബ്ജക്റ്റാണ്. ഇഫ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ഉപയോഗിക്കുക, അത് കഴിഞ്ഞിട്ട് ഹാഡ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് ഫോം ആണെങ്കിൽ ഹാഡ് നോട്ട് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് B3 ഫോം ഓഫ് ദ വെർബ്, പിന്നെ ഓബ്ജക്റ്റ്. അത് കഴിഞ്ഞ് ഉപയോഗിക്കേണ്ടത് സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് വുഡ് ഹാവ് ഹാഡ് ടു പ്ലസ് B1 ഫോം ഓഫ് ദ വെർബ്, അത് കഴിഞ്ഞ് ഓബ്ജക്റ്റ്. If he hadn't helped me, I would have had to sell my car. Sell എന്നത് V1 ഫോമാണ്. ഇനി ഇഫ് ക്ലോസ് അല്ലാതെ നമുക്ക് വേറൊരു തരത്തിലും ഇത് പറയാം. അതെങ്ങനെ പറയും? ലക്കിലി ഹി ഹെൽപ്ഡ് മീ. ഭാഗ്യത്തിന് അവൻ എന്നെ സഹായിച്ചു. ഓർ എൽസ് ഐ വുഡ് ഹാവ് ഹാഡ് ടു സെൽ മൈ കാർ. അതല്ലെങ്കിൽ ഞാൻ എൻ്റെ കാറ് വിൽക്കേണ്ടി വരുമായിരുന്നു. ഇത്തരത്തിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇഫ് ക്ലോസ് ഉപയോഗിച്ചിട്ടും പറയാം. ഇനി വേറൊരു സെൻറ്റൻസ്, നീ ചായ ഉണ്ടാക്കിയിരുന്നില്ല എങ്കിൽ എനിക്ക് ചായ ഉണ്ടാക്കേണ്ടി വരുമായിരുന്നു. നീ ചായ ഉണ്ടാക്കിയിരുന്നില്ല എങ്കിൽ, അപ്പോൾ ഇങ്ങനെ പറയും, ഇഫ് you hadn't made tea, I would have had to make tea. അവിടെ ഇഫ് ക്ലോസ് ആണ് ഉപയോഗിച്ചത്. ഇഫ് യു hadn't made tea,
ഹാഡിൻറ്റ്, ഇഫ് യു ഹാഡിൻറ്റ് ഉപയോഗിച്ച് അവിടെ നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. നീ ചായ ഉണ്ടാക്കിയിരുന്നില്ല എങ്കിൽ ഐ വുഡ് ഹാവ് ഹാഡ് ടു മേക്ക് ടീ, എനിക്ക് ചായ ഉണ്ടാക്കേണ്ടി വരുമായിരുന്നു. ഇനി വേറൊരു സെൻറ്റൻസ്, യു കുക്ക്ഡ് ഫുഡ്, അതർവൈസ് ഐ വുഡ് ഹാവ് ഹാഡ് ടു കുക്ക് ഫുഡ്. നീ ഭക്ഷണം പാകം ചെയ്തു, അതല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം പാകം ചെയ്യേണ്ടി വരുമായിരുന്നു. ഇഫ് യു ഹാഡിൻറ്റ് കുക്ക്ഡ് ഫുഡ് ഐ വുഡ് ഹാവ് ഹാഡ് ടു കുക്ക് ഫുഡ്. ഇഫ് he hadn't cancelled that dance program I would have had to dance. അദ്ദേഹം ആ ഡാൻസ് പ്രോഗ്രാം ക്യാൻസൽ ചെയ്തില്ലായിരുന്നെങ്കിൽ, if he hadn't cancelled the dance program I would have had to dance on the stage. എനിക്ക് സ്റ്റേജിൽ ഡാൻസ് ചെയ്യേണ്ടി വരുമായിരുന്നു. I would have had to dance, എനിക്ക് ഡാൻസ് ചെയ്യേണ്ടി വരുമായിരുന്നു. ഇങ്ങനെ എത്രയോ സെൻറ്റൻസസ് നമുക്ക് പറയാം. അപ്പോൾ ഇതുപോലെയുള്ള സെൻറ്റൻസസ് നമുക്ക് ഒരുപാട് ഉണ്ടാക്കാം. കാരണം ഒരു കാര്യം നമ്മൾ പാസ്റ്റിൽ കഴിഞ്ഞു പോയ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുകയാണ്, ഓ അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഓ എനിക്കിങ്ങനെ ചെയ്യേണ്ടി വരുമായിരുന്നു എന്ന്. അത് ഒരു ഇമാജിനറി സിറ്റുവേഷനാണ്, നമ്മൾ അതുപോലെ ഇമാജിൻ ചെയ്യുകയാണ്. അപ്പോൾ വുഡ് ഹാവ് ഹാഡ് ടു എങ്ങനെ ഉപയോഗിക്കുക എന്ന് മനസ്സിലായല്ലോ.